ശിരച്ഛേദം ചെയ്യപ്പെട്ട ഫ്രഞ്ച് കന്യാസ്ത്രീകളുടെ മർമ്മഭേദകമായ കഥ ന്യൂയോർക്കിലെ മെട്രോപൊളിറ്റൻ ഓപ്പറ വീണ്ടും പ്രദർശിപ്പിച്ചു തുടങ്ങി. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പാരമ്യത്തിൽ കോമ്പിയേനിയിൽ കർമ്മലീത്ത സമൂഹത്തിലെ 16 പേരെ ശിരച്ഛേദ യന്ത്രം ഉപയോഗിച്ച് വധിച്ച ചരിത്ര സംഭവമാണ് ഓപ്പറയുടെ ഇതിവൃത്തം. റോബ്സ്പയറിന്റെ ഭീകരഭരണത്തിൽ പ്രതിവിപ്ലവകാരികളെന്ന് മുദ്രകുത്തി 11 കന്യാസ്ത്രീകളും 3 അൽമായ സഹോദരിമാരും 2 മൂന്നാം സഭാംഗങ്ങളുമാണ് ഗളഹസ്തം ചെയ്യപ്പെട്ടത്. ജനക്കൂട്ടത്തെ മൂകസാക്ഷികളാക്കി നിർത്തിയായിരുന്നു ഈ ദാരുണകൃത്യം. ഇത് പക്ഷേ റോബ്സ്പയറിന്റെ ഭീകരവാഴ്ചയ്ക്ക് അന്ത്യം കുറിച്ചു. ജർമ്മൻ എഴുത്തുകാരി ജെട്രൂഡ് വോൺ ലിഫോർട്ട് കഴിമരത്തിലെ സംഗീതം എന്ന നോവൽ രചിച്ചതോടെയാണ് ഈ ക്രൂരചരിത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടത്. മഠത്തിൽ ശാന്തി തേടിയെത്തുന്ന ബ്ലാഞ്ച് ഡിലഫോർഡ് എന്ന ധനിക സ്ത്രീയാണ് ഇതിലെ നായിക. യുദ്ധാനന്തരം ഫ്രഞ്ച് ഡൊമിനിക്കൻ റെയ്മണ്ട് ലിയോപോൾഡ് ഈ നോവലിനെ സിനിമയാക്കാൻ തുടങ്ങി. അത് പക്ഷേ വെളിച്ചം കണ്ടില്ല. അന്ന് എഴുതിയ തിരക്കഥ 1951 സൂറിച്ചിൽ പ്രദർശിപ്പിച്ചു. പാരീസിൽ മാത്രം 300 തുടർ പ്രദർശനം നടന്നു. ഫ്രഞ്ച് സംഗീതജ്ഞൻ ഫ്രാൻസിസ് ബാലോങ്ക് കർമ്മലീത്തകളുടെ സംഭാഷണത്തെ അവലംബമാക്കി ബാലെ സംവിധാനം ചെയ്തെടുക്കുകയായിരുന്നു. ഭ്രാന്തമായ അഭിനിവേശത്തോടെ രാപകൽ അധ്വാനിച്ചാണ് ബാലോങ്ക് ഈ മനോഹര സൃഷ്ടി ഉണ്ടാക്കിയെടുത്തത്. പിന്നീട് ഇതേ ഇതിവൃത്തത്തിൽ പല കൃതികളും രചിക്കപ്പെട്ടു. ചരിത്രത്തിലെ കറുത്ത പൊട്ടായി തുടരുന്ന കോമ്പിയേനിയ കൂട്ടക്കൊല വീണ്ടും ഓർമ്മപ്പെടുത്തലായി, ഒരു നൊമ്പരമായി. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്.